ശ്രീ ടി.പി. സെൻകുമാർ സർ, ഇങ്ങനെ ഒരു പവിത്രമായ ചടങ്ങ് കേരളത്തിൽ നടത്താൻ പോവുകയാണ്. ഇതിൻ്റെ നിയമപ്രകാരം കൃത്യമായി തന്നെ അടിവരയിട്ട് പറയുകയാണ്, നിയമപ്രകാരം അനുശാസിക്കുന്ന എല്ലാ പ്രോട്ടോക്കോളും പ്രൊസീജിയേഴ്സും ഒക്കെ പാലിച്ചുകൊണ്ട് സംഘാടകർ അതിൻ്റെ ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങ് വളരെ പ്രധാനപ്പെട്ട പദവിയിൽ കേരളത്തിലിരുന്ന ഒരു പ്രശസ്തനായ വ്യക്തി കൂടിയാണ്. ഈ സംഘാടകർ തന്നെ ശ്രീ കേശവദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകളുമായി നേരിട്ട് കണ്ട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞതാണ്. അന്നൊന്നുമില്ലാത്തൊരു പ്രശ്നം പെട്ടെന്നൊരു ദിവസം ഉണ്ടാവാവുന്ന ഒരു സവിശേഷ സാഹചര്യം എന്താണ് കേരളത്തിൽ? ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ഇത് ദക്ഷിണേന്ത്യയിൽ, തമിഴ്നാട്ടിൽ, കർണാടകത്തിൽ, കേരളത്തിൽ, ഈ 3 സംസ്ഥാനത്തിലും നമുക്ക് നോക്കിയാൽ കാണാം. ഇതുപോലെ തന്നെയാണ് തിരുപ്പറംകുன்றത്തിൽ അത് ഹൈക്കോടതി വിധി ഉണ്ടായിട്ട് പോലെ ദീപത്തൂണിൽ വിളക്ക് വയ്ക്കാൻ പറ്റാതിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ഉണ്ടായിട്ടുണ്ട്. വളരെ രൂക്ഷമായിട്ട് അവിടെയുള്ള DMK ഗവൺമെൻറ്റിനെ വിമർശിച്ചുകൊണ്ട് അതിനെതിരെ അവർ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. ഇനി സുപ്രീം കോടതിയുടെ വിധി വരട്ടെ. കാരണം തിരുപ്പറംകുன்றത്തിൽ ഇനിയിപ്പോൾ കാർത്തിക ദീപം തെളിക്കാൻ കാർത്തിക നാൾ വന്നാലേ പറ്റുള്ളൂ, അല്ലാതെ അതിനു മുമ്പ് കാർത്തിക ദീപം തെളിക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ കർണാടകത്തിലും കാണുന്നത്. അപ്പോൾ അതിലും ഈ 2 സംസ്ഥാനങ്ങളിലേലും വളരെ കൂടുതൽ പ്രൊപ്പോർഷനുള്ള ഒരു സമുദായം, അത് വളരെ വേഗം വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായമുള്ളൊരു സംസ്ഥാനത്ത് ഇവിടെയുള്ള ഹിന്ദു സമുദായം, അതിൽ നല്ലൊരു ഭാഗം സോക്കാൾഡ് മതേതരരാണ്. അപ്പോൾ ആ മതേതരമായിട്ട് നിൽക്കുന്നവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ തന്നെ അങ്ങ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയിക്കോളും. ഞങ്ങൾ നൂറ്റാണ്ടുകൾ, ഈ കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകൾ ഇതുപോലെയൊക്കെ ജീവിച്ചതാണല്ലോ, അപ്പോൾ വരുന്ന നൂറ്റാണ്ടുകളും ഇതുപോലെയൊക്കെ അങ്ങ് കഴിയുന്നതാണ്. അതല്ല എന്ന് അരക്കിട്ട് ഉറപ്പിക്കുന്നതാണിത്. ഇപ്പം നമ്മൾ നോക്കിയാൽ തിരൂർ തുഞ്ചത്തെഴുത്തതിൻ്റെ ഒരു പ്രതിമ വയ്ക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതാണ് കേരളത്തിൻ്റെ മതേതരത്തിൻ്റെ സ്മാരകം, അതാണ് കേരളത്തിൻ്റെ മതേതരത്വം കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്ന സമയം വാസ്തവത്തിൽ ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ആ പൊളിറ്റിക്കൽ ഡിസിഷൻ വരുന്നത് ഇവിടെ വോട്ടിന് വേണ്ടിയാണോ അതിനു വേണ്ടിയാണ്. അപ്പോൾ എവിടെയാണ് 2 കാര്യത്തിൽ നമ്മൾ ഈ പറയുന്ന സനാതനധർമ്മ ഹിന്ദുക്കൾ പരാജയപ്പെടുന്നത് എന്ന് വെച്ചാൽ, ഒന്ന്, ഒരു ഉള്ളവരിൽ നന്നായിട്ടൊരു ഐക്യമുണ്ടാക്കാനും അത് ഉപയോഗിച്ച് പ്രധാന ശത്രുവിനെ തോൽപ്പിക്കാനും, നമ്മൾ ജയിക്കാൻ പറ്റാത്തിടത്ത് പ്രധാന ശത്രുവിനെ തോൽപ്പിക്കാനുമുള്ള ഒരു മനസ്സ് ഉണ്ടാകണം. അല്ലാതെ വീതം വെച്ചെടുത്ത് അത് മറ്റ് തരത്തിലാക്കി കളയുകയല്ല വേണ്ടത്. അങ്ങനെ തോൽപ്പിക്കാൻ കൂടി സാധിച്ചാൽ പേടിയുണ്ടാകും. ആ പേടി മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ പൊളിറ്റിക്കൽ ഗവൺമെൻറ് വളരെ സൂക്ഷിച്ചേ കൈകാര്യം ചെയ്യുള്ളൂ. രണ്ടാമത്തെ കാര്യം, നമ്മൾ ലീഗലി അഗ്രസീവ് അല്ല. ഞാനൊരു അടുത്ത കാലത്തെ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ തൊട്ട് കഴിഞ്ഞ മാസമാണ് 2/1/26 നറുക്കെടുത്ത സുവർണ എന്താണോ അത് ഒരു ലോട്ടറി ടിക്കറ്റിൽ അതിൽ നമ്മൾ കണ്ടതാണ്. ആ ലോട്ടറി ടിക്കറ്റിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഹിന്ദു സംഘടനകൾ എത്ര കേസുകൾ എടുപ്പിച്ചു? ഞാൻ പറയുകയാണെങ്കിൽ ഒരു ജില്ലയിൽ ഒരു കേസെങ്കിലും വെച്ച് എടുപ്പിക്കാനായിട്ട് തയ്യാറായോ? തയ്യാറായിട്ടില്ല. മാവേലിക്കര മറ്റൊരു കേസുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കേസ് എന്തുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല? നമ്മൾക്ക് ഇക്വാലിറ്റി വേണമെങ്കിൽ ആ ഒരു കേസാണുള്ളത്. എന്തുകൊണ്ട് ഈ ലോട്ടറി ടിക്കറ്റ് കിട്ടിയ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലയിലും ഒരേ കേസെങ്കിലും കൊടുത്തുകൂടായിരുന്നു നമുക്ക്? മനസ്സിലായോ? അത് കൊടുക്കുന്നില്ല. നമ്മൾ ലീഗലി അഗ്രസീവ് ആയിരുന്നാൽ മാത്രമേ നമ്മുടെ ഭരണഘടന അനുസരിച്ചുള്ള ഇക്വാലിറ്റി നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഐക്യം ഉണ്ടാക്കി ഇപ്പം ഞാൻ പറയുന്ന മതേതരയുടെ കാര്യം പോട്ടെ, ഉള്ള സനാതനധർമ്മികൾ ഐക്യത്തോടു കൂടി ഒരുമിച്ച് തീരുമാനിച്ച്
ഞങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുന്നു. ഓക്കെ, നിങ്ങളാണ്, നീ ഹിന്ദു നാമധാരിയാണ്, പക്ഷേ ഞങ്ങളെ എതിർക്കുന്നവനാണ്, അതുകൊണ്ട് ഈ ഇലക്ഷനിൽ നീ തോക്കും. ഞങ്ങളുടെ സ്ഥാനാർത്ഥി അല്ല അവിടെ ജയിക്കേണ്ടത്, പക്ഷേ നിന്നെ ഞങ്ങൾ തോൽപ്പിക്കും. 1-ാം നമ്പർ ശത്രുവിനെ തോൽപ്പിക്കാൻ 2-ാം നമ്പർ ശത്രുവിനെ വിജയിപ്പിക്കണം. അങ്ങനെ വേണ്ടി വന്നാൽ ചെയ്യുമെന്ന് അറിഞ്ഞാൽ ഈ പരിപാടി അന്ന് നിൽക്കും. അതെന്താ ആരും തയ്യാറാകാത്തത്? അതിനാരും തയ്യാറല്ല. അപ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്ന ലോട്ടറി ടിക്കറ്റിൽ ശിവലിംഗത്തിലേക്ക് രക്തമൊഴിക്കുന്ന ഇതിനെപ്പറ്റി നമ്മളൊരു 100 കേസ് എടുക്കുകയാണെങ്കിൽ എന്തായിരുന്നു ബുദ്ധിമുട്ട്? ആ കേസ് കൊടുക്കാൻ ഞാൻ വാസ്തവത്തിൽ എൻ്റെ പോസ്റ്റൊക്കെ ഇട്ടതാണ്. അത് ചെയ്യേണ്ടത് DGPക്ക് പരാതി കൊടുക്കലല്ല, അത് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക. അവർ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അവിടെയുള്ള SPയോ കമ്മീഷണർക്കോ പരാതി കൊടുക്കുക. അവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ നേരെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയിട്ട് പരാതി കൊടുക്കുക. അപ്പോൾ ലീഗലി അഗ്രസീവ് ആകുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ട് അവരറിയും, ഗവൺമെൻറ് അറിയും, ഉദ്യോഗസ്ഥരറിയും. അതുകൊണ്ട് ലീഗലി നമുക്ക് ഭരണഘടന അനുസരിച്ച് നൽകേണ്ട അവകാശങ്ങൾ തരാനായിട്ട് അവർ നിർബന്ധിതരാകും. അത് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറല്ല. എനിക്ക് വളരെ ദുഃഖത്തോടു കൂടി പറയണം, നമ്മുടെ ഒരു സംഘടനയും ഈ തരത്തിൽ ലീഗലി അഗ്രസീവ് ആകാൻ തയ്യാറാകുന്നില്ല. അത് പേരിന് മാത്രം ഉള്ള കാര്യങ്ങളായിട്ട് മാത്രം മാറുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഈ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മളെ എങ്ങനെ വേണമെങ്കിലും തട്ടിയാലും ഒരു പ്രശ്നവുമില്ല എന്ന് ഇവിടുത്തെ LDFനും UDFനും അറിയാം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉദ്യോഗസ്ഥരെ മാത്രം മെക്കെട്ട് കയറാൻ പോകാതെ നമ്മൾ പൊളിറ്റിക്കലായിട്ടുള്ള എക്സിക്യൂട്ടീവിന് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ലീഗലായിട്ട് ഒന്ന് ഫൈറ്റ് ചെയ്യുക, അത് കൃത്യമായിട്ട് കോടതികളിൽ പോകുക. ഇപ്പോൾ ഈ കാര്യത്തിനാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഹൈക്കോടതിയിൽ പോകണം. എന്തുകൊണ്ട് ഇത് നിഷേധിക്കുന്നു? അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇലീഗൽ ഫൈറ്റിന് പോകുന്നില്ല? നമ്മൾ പലപ്പോഴും കാണുന്നത് ഇങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം പറയുകയാണ്, ഇതിൽ പലർക്കും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. ഞാൻ ഇനിയിപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കുറച്ച് ആൾക്കാരെ ചെറിയ സമരം നടത്തിച്ചു, അവർക്ക് കുറെ അടി കിട്ടി, കുറെ കേസുണ്ടായി. ജനൻ ടിവിയോട് പ്രതികരിച്ചപ്പോൾ സ്വാമിജി പറഞ്ഞത് ഇനി നിയമ പോരാട്ടം തന്നെയാണ് വകുപ്പ്. പക്ഷെ അവിടെ ഒരു കഷ്ടമുണ്ട്. കാരണം ഇവിടെ പിറന്ന മണ്ണിൽ നമ്മുടെ ഒരു പവിത്രമായ ചടങ്ങ് നടത്തണമെങ്കിൽ നിയമപോരാട്ടം നടത്തേണ്ട ഒരു ഗതികേട് അതും കൂടി നമുക്ക് വിലയിരുത്തേണ്ടേ സർ? നോക്കുക, നമ്മൾ നിയമപോരാട്ടം നടത്തിയ തിരുപ്പുറം കുണ്ടത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കുക. അവിടെ ഹൈക്കോടതി വിധി ഉണ്ടായിട്ട് ആ പോരാട്ടത്തിൽ ആ ദിവസം വിളക്ക് വയ്ക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആ പോരാട്ടം തുടരുകയാണ്. അവിടുത്തെ ഡിവിഷൻ ബെഞ്ച് നമുക്ക് അവകാശങ്ങൾ അനുവദിച്ച് വളരെ ശക്തമായിട്ടൊരു വിധി പ്രഖ്യാപിച്ചു. ഇനി സുപ്രീം കോടതി പോട്ടെ, സുപ്രീം കോടതിയിലും ആ വിധി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റുകൾക്ക് നടപ്പാക്കിയേ പറ്റൂ. അതോടൊപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരു പൊളിറ്റിക്കൽ ഗെയിം കൂടിയാണ്. എവിടെ ഒരുമിച്ച് വോട്ട് ചെയ്ത് ജയിക്കാൻ മാത്രമല്ല, അപ്പം നമ്മളെ പ്രതിദാനം ചെയ്യുന്ന സംവിധാനങ്ങൾ എലക്ഷനൊക്കെ നിൽക്കുന്ന സമയം അവർ തീരുമാനിക്കേണ്ടത് എന്താണ്? ആരാണ് നമ്മുടെ 1-ാം നമ്പർ ശത്രു? ആ 1-ാം നമ്പർ ശത്രു പലപ്പോഴും ഹിന്ദു നാമധാരി ആയിരിക്കും. മനസ്സിലായോ? അപ്പം താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഇതിനെ ഇല്ലാതാക്കാൻ പോകുന്ന നാളെയുള്ള സമൂഹത്തിന് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എനിക്ക് മന്ത്രിയാകണം, മുഖ്യമന്ത്രിയാകണം എന്ന് താല്പര്യപ്പെടുന്ന ഒരാളായിരിക്കാം. ആ 1-ാം നമ്പർ ശത്രുവിനെ പരാജയപ്പെടുത്താൻ 2-ാം നമ്പർ ശത്രുവിനെ വിജയിപ്പിക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കും. പക്ഷെ ആ തീരുമാനം എടുക്കാൻ ഉള്ള ബുദ്ധിയും വിവേകവും ദീർഘദൃഷ്ടിയും അവർക്കുണ്ടാകണം. തീർച്ചയായും.